അലാറത്തിന്റെ കൂക്കി വിളിയും ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് സ്വസ്ഥായിട്ട് ഇറങ്ങിണിക്കുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ഞായറാഴ്ചയാണ്. മിക്കവാറും ഞായറാഴ്ചകൾ അനിയേട്ടന് പണി ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു ഞായറാഴ്ചയാണ് കേട്ടാ ഇന്ന്. അതുകൊണ്ട് പതിവിലും വൈകിട്ടാണ് ഇന്ന് ഉറങ്ങിണീച്ചത്. തലേ ദിവസം അനിയേട്ടൻ വരുമ്പം ചിക്കൻ പാർട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിനി. അതിക്കുട്ടനും ലോകൂട്ടനും ചിക്കനേക്കാളും കൂടുതൽ ഇഷ്ടം ചിക്കൻ പാർട്സ് ആണ് കേട്ടാ. അതുകൊണ്ട് രാവിലെ തന്നെ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ പാർട്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചപ്പാത്തിക്കുള്ള മാവെല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം ചിക്കൻ പാർട്സ് ഉണ്ടാക്കാനില്ലേ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പാർട്സ് മുറിച്ച് ക്ലീൻ ആക്കി ലിവർ വേറെ പാത്രത്തിലും വേവിലെ പീസ് വേറൊരു പാത്രത്തിലേക്കും മാറ്റി വെക്കുന്നുണ്ട്. വേവിലെ പീസ് ഉപ്പും മഞ്ഞളും ചിക്കൻ മസാലയും ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടാ. അതൊരു 3 വിസിൽ അടിച്ചെടുക്കുമ്പോഴത്തേനും ചപ്പാത്തി എല്ലാം ചെറിയ ഉരുളകളാക്കി വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും പിന്നെ 2 ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ വേണം. അതുകൊണ്ട് 1-2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് പൊടികളെ പച്ചമണലൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇവരെ ഞാൻ സെപ്പറേറ്റ് ഒരു ചട്ടിയിൽ ഉപ്പും മഞ്ഞളും കൂടിയിട്ട് വേവിച്ചെടുക്കുകയും ചെയ്തിന്. എല്ലാം കൂടിയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ലിവർ പെട്ടെന്ന് വെന്ത് പോവും, ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ആദ്യം തന്നെ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്ത ആ വേവിലെ പീസില്ലേ അത് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുത്ത ലിവറിന്റെ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് വരട്ടിയെടുക്കണം. ഇടക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഉപ്പ് വരുവെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കും. ഓൾറെഡി പാർട്സ് വേവിച്ചതാണ്, അതുകൊണ്ട് വേവില്ലയോന്നില്ല ടെൻഷനൊന്നും വേണ്ട. കുരുമുളക് പൊടി ഇടക്കിടക്കെ തൂവി കൊടുത്തിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് എണ്ണയെല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ പാർട്സ് ഇങ്ങനെ പൊട്ടി പൊട്ടി തുടങ്ങും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് ആയതുകൊണ്ട് അനിയേട്ടനിവിടെ കുറച്ച് ഗ്രേവി ടൈപ്പ് വേണ്ടുന്ന ആളായതും കൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി പോലെയാണ് ആക്കിയെടുക്കുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതാണ്. അങ്ങനെ ലാസ്റ്റ് ചപ്പാത്തിയും കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പത്തേനും അധികം ലോകുമെല്ലാം പ്ലേറ്റ് എടുത്തിട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിനി. വിശപ്പിന്റെ വിളി അങ്ങ് എത്തിയിട്ടുണ്ടായിനി. സമയം ഒരുപാടായില്ലേ. ചപ്പാത്തിയും ചിക്കൻ പാർട്സും ആയതുകൊണ്ട് സമയം കുറച്ച് വൈകിയാലും അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ തന്നെ പാർട്സ് ആക്കിയതും. അങ്ങനെ ചപ്പാത്തിയും കൂടി വേഗം ചുട്ടെടുത്തിട്ട് രണ്ടാക്കും വേഗം കൊടുക്കും. സാധാരണ ടിവിയുടെ മുന്നിലിരുന്നിട്ട് കഴിക്കാറാന്ന് പതിവ്. ഇന്ന് ഞാൻ ചുട്ട് ചപ്പാത്തി കൊടുക്കുന്നതനുസരിച്ച് രണ്ടാളും അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ വേഗം കഴിച്ചു കേട്ടാ.